Hello everyone, welcome to Misty Daffodils. What are we going to make today, Amma? Today we are going to make something special. What is that? Today we are going to make 5-in-1 Torte cake. 5 ലെയർ വെച്ചുണ്ടാക്കുന്ന ഒരു കേക്കാണിത്. 2 മാസം മുന്നേ ട്രെൻഡിങ് ആയിരുന്ന ഒരു കേക്ക്. Wow, super. Let's get started. ഇതിന് ഫസ്റ്റത്തെ ലെയർ നമുക്കൊരു കേക്കാണ് ഉണ്ടാക്കേണ്ടത്. അത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനൊരു ബൗളെടുത്ത് അതിലൊരു മുട്ട ഇട്ട് കൊടുക്കാം. അത് നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു 1 മിനിറ്റ് നേരം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് കൂടുതൽ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് കേടും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായി ഒന്ന് ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഹാൻഡ് മിക്സർ കൊണ്ട് ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് 1/2 കപ്പ് മൈദ എടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്ത് 1 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കാം. പിന്നെ നമുക്കിവിടെ ബേക്കിംഗ് സോഡയും കൂടി വേണം. അത് 1/4 ടീസ്പൂൺ എടുക്കാം. ഇനി അതിനുശേഷം ഇത് നന്നായി ഫിൽറ്റർ ചെയ്ത് കൊടുക്കാം. Amma, why are we filtering this? അത് ഈ മൈദയിലും കൊക്കോ പൗഡറിലൊക്കെ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ഉണ്ട്. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ഫിൽറ്റർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് 1/4 കപ്പ് പാലാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിലൊരു ബട്ടർ പേപ്പർ വെച്ച് നമുക്ക് ഓയിൽ നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ മിക്സ് അതിലോട്ടൊന്ന് മാറ്റാം. ഇനി ഇതിലെ ബബിൾസൊക്കെ മാറ്റാൻ വേണ്ടി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കേക്കിന് വേണ്ടി 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ലെയർ ഉണ്ടാക്കാം. അതിനു വേണ്ടി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 കപ്പ് വിപ്പിംഗ് ക്രീമും എടുക്കാം. ഇത് രണ്ടും കൂടി നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. Amma, which chocolate are we going to add? ഇവിടെ ഡെയറി മിൽക്കിൻ്റെ ഫാമിലി പാക്കാണ് എടുത്തിരിക്കുന്നത്. അതിൽ 9 പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് കണ്ടിന്യൂസ് ആയി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലവറൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് മുഴുവനായി മെൽട്ടാവുന്നത് വരെ, ചോക്ലേറ്റ് മുഴുവനായി മെൽട്ടാവുന്നത് വരെ കണ്ടിന്യൂസ് ആയി ഒന്ന് ഇളക്കി കൊടുക്കാം. Amma, it looks so yummy. Can you give me some? നോ, ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. നമുക്കിത് റെഡി ആയതിനു ശേഷം നമുക്ക് കേക്കിൽ വെച്ച് ഇത് കഴിക്കാം. അപ്പോൾ കണ്ടാതാ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത്ര തിക്കായാൽ മതി. ഇപ്പം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളവും പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗറും ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്താൽ മതി. അങ്ങനെ ബോയിൽ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. നമുക്ക് വേറൊരു ബൗളെടുത്ത് അതിലോട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അമ്മ, ഇനി വിപ്പിംഗ് ക്രീം ആണോ? നമുക്ക് അടുത്ത ലെയറും കൂടി ഉണ്ടാക്കണ്ടേ. അതിന് വേണ്ട വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്ത് കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അടുത്തത് നമുക്കൊരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്ത് വേറൊരു ബൗളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് വെച്ചതിന് ശേഷം അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇതൊന്ന് ചെറുതായി ഒന്ന് ഒരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്, ഇത്രയും കൺസിസ്റ്റൻസി. അത് കഴിഞ്ഞ് ആ ചോക്ലേറ്റ് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച വിപ്പിംഗ് ക്രീമില്ലേ അതിലോട്ട് നമുക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് കുറേശ്ശെയായി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അമ്മ, 20 minutes over. Is the cake ready? കേക്ക് റെഡി ആയല്ലോ. നമുക്കിത് അവിടെ നിന്ന് എടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പം നമ്മൾ കേക്ക് ഈ 5-in-1 ടോട്ട് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ നമുക്ക് ഈ കേക്ക് ഒന്ന് മുറിച്ചെടുക്കാം. കണ്ടോ, അതാ ഈ ഒരു ഷേപ്പിലോട്ട് കേക്ക് മുറിച്ചെടുത്തു. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പില്ലേ അത് ഇതിലോട്ട് കുറേശ്ശെയായി ഒന്ന് ചേർത്ത് കൊടുക്കാം.
നമ്മളുണ്ടാക്കിയ സിറപ്പ് മൊത്തമായി ഇതിന് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അമ്മ, can we keep the next layer? നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന വിപ്പിംഗ് ക്രീമില്ലേ, ആ ലെയറാണ് നമ്മൾ നെക്സ്റ്റ് വെക്കുന്നത്. അതായത് ആ വിപ്പിംഗ് ക്രീം നമുക്ക് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വരണം. ഇങ്ങനെ എല്ലാ ഭാഗത്തും ഈവണായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സെക്കൻഡ് ലെയർ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സെക്കൻഡ് ലെയർ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ലെയർ ഒരു 5 മിനിറ്റ് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കിയ ചോക്ലേറ്റ് ലെയറില്ലേ, ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും വെച്ച് ഉണ്ടാക്കിയത്, ആ ലെയറാണ്. അത് നമുക്ക് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നന്നായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഈവണായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അടുത്ത ലെയർ ഏതാണെന്ന് പറയുമോ മോനെ? ഇത് കണ്ടിട്ട് എനിക്കറിയാം, ചോക്ലേറ്റ് ലെയറാണ്. അതെ, നമ്മൾ ചോക്ലേറ്റ് ലെയറാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പം കുറച്ച് ലൂസായിട്ടാണ് ആ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് 4th ലെയർ നമുക്ക് അത്ര കട്ടി വേണ്ട, അതുകൊണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് 5th ലെയറാണ്. അതിന് വേണ്ടിയിട്ട് കൊക്കോ പൗഡർ ഒരു ഫിൽറ്റർ വെച്ച് നമുക്ക് നന്നായി ഒന്ന് ഫിൽറ്റർ ചെയ്ത് അത് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴതാ നമ്മുടെ കേക്ക് ഇതാ റെഡിയായി. അമ്മ, it looks so delicious. Can I have one piece? ഇത് നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന കേക്കാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. If you like our video, please share, like and subscribe.